അമ്മേ, ദേ അച്ഛൻ വരുന്നു. ശ്രീദേവി, ഒന്നും പറയണ്ട റാണി. അച്ഛന്റെ ജോലി നിനക്കറിയില്ലേ? അത് വല്ലപ്പോഴുമേ നടക്കൂ. ഒരു വധശിക്ഷ നടപ്പിലാക്കിയാൽ അതിൽ ശിക്ഷിക്കപ്പെടുന്ന ആളിനേക്കാൾ വേദന അച്ഛനാ. അച്ഛൻ പിന്നെ 2-3 ദിവസത്തേക്ക് ആഹാരമേ കഴിക്കില്ല. എപ്പോഴും മരിച്ച ആളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ അച്ഛനെ കണ്ട സംസാരിക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാ. അച്ഛന്റെ മനസ്സെന്താണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. ഇത്രയ്ക്കും ദുർബലമായ മനസ്സുള്ള ഒരാളെ കാണില്ല. ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ കരച്ചിലായിരിക്കും. ആര് വിചാരിച്ചാലും അച്ഛനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആരാച്ചർ വേലപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. പക്ഷെ ഇതാണ് സത്യം. ദിലീപേട്ടൻ വീട്ടിലില്ലേ? ചേട്ടൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് പോയതാ. അതാ മാർക്കറ്റ് ജംഗ്ഷനിലെ ക്യാമ്പിൽ കാണും. അച്ഛൻ വിളിക്കുന്നു. എന്താ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ഇല്ല. അവനൊന്നും കഴിക്കാറില്ല. ഇല്ല ഇല്ല, അവൻ പട്ടിണിയല്ലേ. ഇന്ത്യൻ കോഫി ഹൗസിലെ ബില്ലൊക്കെ എന്റെ അടുത്താ വരുന്നത്. ആ, നീ കോളേജിൽ പോകുന്നില്ല? ടൈമായില്ല അച്ഛാ. വാട്ട്? 9:20. പിന്നെ സാറിന്റെ വണ്ടിയുടെ സ്പീഡ് അല്പം കുറയ്ക്കണം. ഡോക്ടർ പൗലോസ് എന്നെ വിളിച്ച് പറഞ്ഞു. ഓ, ഡോക്ടർ പൗലോസ്. പുള്ളിക്കാരൻ നാളെ എന്നെ ഓവർടേക്കാൻ ഒരു ശ്രമം. ഈ വയസ്സുകാലത്തെ ഞാൻ വിടൂ. ആരാ നിന്റെ കാറിൽ ഉണ്ടായിരുന്നത്? ഓ, അതും കത്തിച്ചു. അല്ല, പെൺകുട്ടികളെ മാത്രമേ നീ ഡ്രോപ്പ് ചെയ്യുള്ളൂ? എടാ, നിന്റെ കളി കുറച്ച് കൂടുന്നു കേട്ടോ. ജസ്റ്റ് ഡ്രോപ്പിംഗ് മമ്മി. ഞാൻ വരട്ടെ. ഓൾറെഡി പിള്ളേരല്ലേ, നിന്നെ തന്നെ ഞാൻ എത്ര പ്രാവശ്യം ഡ്രോപ്പ് ചെയ്തു. അതെ. എന്ത്? വരുന്നോ? ഒന്ന് പതുക്കെ നടക്കണോ? വഴി വെച്ച് എന്നോട് സംസാരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? അതിനിവിടെ ആരും ഇല്ലല്ലോ. നീ ഇങ്ങനെ നടക്ക്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? എനിക്ക് പേടിയാ. ചേട്ടനെ മറ്റേ കണ്ടാലുണ്ടല്ലോ. പിന്നെ നിന്റെ ചേട്ടൻ ഇവിടെ വഴിയോ നിൽക്കാൻ പോവല്ലേ? മുന്നോട്ട് നടക്കും. മുന്നോട്ട് പോയാ പിന്നെ ഞാൻ ആരാണ് വർത്താനം പറയുന്നത്? എന്നെ കുറച്ച് പിന്നാലെ വാ. മിണ്ടാനും സമ്മതിക്കത്തില്ല, അടുക്കാനും സമ്മതിക്കത്തില്ല. ടൈം എത്രയായി? ഫസ്റ്റ് റോഡായി കാണും. അയാൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ചോദിച്ചല്ലോ. ഇങ്ങനെ ഒരു മണ്ടൻ. അതെ അതെ അതെ, അയാൾ ശ്രദ്ധിച്ചതേ ഇല്ല. അതാ നോക്ക്. അയ്യോ, ആകെ കുഴപ്പമായല്ലോ. അയാൾ ആരോടെങ്കിലും പറയൂ? പറയും, തീർച്ചയായിട്ടും പറയും. മര്യാദയ്ക്ക് വാനി കയറി കൂളിംഗ് ഗ്ലാസ് ഇട്ട് പോയിരുന്നെങ്കിൽ ആരും അറിയില്ല. ചളമാക്കിയില്ലേ? എനിക്ക് പേടിയാവുന്നു. ഞാൻ പോകുന്നു. അയ്യോ, താൻ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. ഇനി ഞാനേ എന്റെ വാൻ കിടക്കുന്നിടത്ത് പോകണമെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ ഓടിച്ചു പോകണം. ഞാൻ പോകുന്നു. ഓ ചെല്ലേ. ഓ, ഇതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് കാര്യം നടക്കൂ. അല്ല, കമ്മീഷണർ സാർ വിചാരിച്ചാൽ നടക്കാതിരിക്കുന്നു. നടത്താം, പക്ഷേ നിങ്ങൾ ധൃതി പിടിക്കരുത്. അതിന്റെ ഫോർമാലിറ്റീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. കമലം, എന്തോ ഈ ഗ്ലാസ് എടുത്തോണ്ട് പോ. രാജുവേ, ഈ കൊല്ലയെടുത്ത് അകത്തോണ്ട് വയ്ക്കുക. എന്താ വേലപ്പ? വെറുതെ വന്നതാ. ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല, ഇന്ന് ലീവാ. ഏതായി വാഴക്കൊല? ആ വടക്കേപ്പുറത്ത് നിന്നിരുന്നതാ. ചായ എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ കഴിച്ചാ. ദിലീപിന് 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. അവനാ ചിന്നന്റെ കടയിൽ കാണും. വരട്ടെ. എന്താ ഇത്ര ധൃതി? ജഡ്ജി അദ്ദേഹം അതൊരു ചെല്ലാൻ പറഞ്ഞു. എന്നാ ചെല്ല്.
ആരാച്ചാരി വേലപ്പനല്ലേ? ആ, ദാ കാണുന്ന അവന്റെ വീട്. അവന്റെ അച്ഛന്റെ മുത്തശ്ശൻ മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ ആശ്രിതരാ. ആ പുരയിടം ഞങ്ങൾ ഇഷ്ടാനം കൊടുത്ത നല്ലവന്. കാരണവന്മാരുടെ ആദരവും ബഹുമാനവും എല്ലാം അവനുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം അതുടനെ എത്തിക്കാം. അപ്പോ അങ്ങനെ ആട്ടെ. ആ ശരി. നമസ്കാരം. നമസ്കാരം. ഞാൻ ജഡ്ജി അംഗത്തിനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ആ ചിലപ്പാ നമ്മുടെ പഴയ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരമേന്റെ നെവ്യൂ ഇന്നലെ വീട്ടിൽ വന്നപ്പോ ഒരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഏത് വീടാണ്? ആ ബ്രിഡ്ജിന്റെ റൈറ്റിലാന്നാ പറഞ്ഞു. ആ ശരിയാ, അവിടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ നാളെ പറയാം. ആ, ഭാര്യയും മകളും ദിലീപും സുഖമായിരിക്കുന്നോ? ഓ, വരട്ടെ. ശരി, പോവാ. അയലരികത്ത് വലയെറിഞ്ഞപ്പോ ഉറുക്കുലിക്കിയ സുന്ദരി. അയ്യോ അയ്യോ, പിടിച്ചേനെ. എന്താണോ? അല്ല, സൈക്കിളേ ചെറിയെന്ന് പറയായിരുന്നു. ഹലോ, ഒരു ചായ. കട തുറന്നില്ലേ? ആ, വടയൊന്നും വേണ്ട, താനൊരു ചായ ഇട്. ഇത് ജയമാലിന്യ? അല്ല, ശ്രീദേവി. അയ്യേ, ഒരു ചായ എടുക്ക്. ചായ ഇതാർക്കെടുത്ത ചായ? ചിന്നന് കൊടുക്ക. അത് ഞാൻ കൊടുത്തേ. കൊടുക്കടോ. ചായക്ക് ചൂടില്ലെന്ന് പറയായിരുന്നു. അച്ഛനെ കാശ് കിട്ടിയില്ല. അയ്യേ, ഇത് ആർക്ക് വേണ്ടത്? എന്താ സംഖ്യ? നേരത്തെ ഇടിവണ്ടി വരും. മാറ് മാറ് തള്ളയാണെന്ന് കൊല്ലും ഞാൻ. തോമസ് ചേട്ടൻ വന്നോ? വന്നു, മോളിലുണ്ട്. എന്താ കുഞ്ഞിനെ കാണണോ? ആ, ഞാൻ പറയാം. മോൻ എങ്ങോട്ടാ? ഹോട്ടലിലേക്ക്. ഗോപിക്കുഞ്ഞ് വന്നിട്ടുണ്ട്. വരാൻ പറയും. ശരി സാർ. ചേട്ടാ, ഇന്നലെ രാത്രി MG റോഡിലുള്ള നമ്മുടെ ഫാക്ടറിയുടെ വലിയ ബോർഡ് താഴെ വീണ് കിടക്കുന്നു. ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ഞാൻ ആ വഴി പാസ് ചെയ്താണല്ലോ. ഏതോ ലോറി ഇടിച്ചിട്ടാണെന്നാ തോന്നുന്നത്. എന്റെ സംശയം മുഴുവനും അവനായിരിക്കുമെന്നാണ്. ആര്? ആ വിശ്വനാഥനും കൂട്ടരും. അതെ ഏട്ടാ, കുറച്ചു നാളായി അവർ നോട്ടം വെച്ചിരിക്കുന്നു. വിശ്വനാഥനോ? വിശ്വനാഥൻ ഹിയർ. ആ, നേരെ ഹരിപ്രസാദിന്റെ എസ്റ്റേറ്റ് വഴി വരാൻ പറയൂ. മെയിൻ റോഡ് വഴി തൽക്കാലം വേണ്ട. പോലീസിനെ ഒന്നും പേടിക്കണ്ടോ, അത് ഞാൻ കമ്മീഷണറോട് പറഞ്ഞോളാം. ഓക്കെ. ആ, എന്തായി ആന്റണി? സാറ് കണ്ടോ? ഇല്ല. ആരോ പറഞ്ഞു. ലോറി നമ്പരൊന്നും ആരും നോട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല സാർ, ബോർഡ് പച്ച താർന്നിട്ടുണ്ട്. കൊള്ളാം. അവർക്ക് സംശയമൊന്നും തോന്നില്ലല്ലോ. സംശയിക്കേണ്ട കാര്യമില്ല. പോലീസ് അവൻ അനുകൂലമാണ് ചേട്ടാ. അതായിരിക്കും കമ്മീഷണർക്ക് എന്നോട് എന്തോ ഒരു പക പോലെ. സാരമില്ല, പ്രതിവിധി ഉണ്ട്. ഇല്ല, ഈ കാര്യത്തിൽ എന്നെ ഒരു ചുക്കം ചെയ്യാൻ അവന് കഴിയില്ല. എന്റെ ഷോറൂമിനെ മറച്ചുകൊണ്ടായിരുന്നു ആ ബോർഡ്. ഇനി അത് അവിടെ സ്ഥാപിക്കാൻ അവന് പെർമിഷൻ കിട്ടില്ല. കിട്ടും, പെർമിഷൻ കിട്ടും. ഇതിനും വലിയൊരു ബോർഡ് ഞാൻ അവിടെ വെക്കും ഗോപി. ആ, നീ ആ കളക്ടറെ PA വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് വെച്ച് അതിനുശേഷം നമുക്ക് പ്രതികാരം ചെയ്യാം. ഇനി ഒരുപക്ഷെ അവൻ പ്രതികാരവുമായി വരുന്നത് ഷാപ്പ് ലേലത്തിനായിരിക്കും. ലേലം നടത്താതെയും കാര്യം നടത്താൻ ഈ വിശ്വനാഥിനറിയാം. ഇന്നലെ രാത്രി നമ്മുടെ ചാരായം സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഷെഡിൽ കയറി ചാരായ ബോട്ടിൽസ് എല്ലാം അടിച്ചുടച്ചു കളഞ്ഞു. ആര്? ആ ദിലീപും കൂട്ടുകാരും ചേർന്നാണെന്നാ പറഞ്ഞത്. ദിലീപ്?
ഏത് ദിലീപ്? ആ ആരാച്ചാർ വേലപ്പന്റെ മോനാണെന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ ലോറിയും കാത്ത് MG റോഡിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് എന്താണ് അവന്റെ കൈ വെട്ടാതിരുന്നത്? അല്ല, സാറിനോടൊന്ന് ചോദിച്ചിട്ടാകാമെന്ന് വിചാരിച്ചു. എന്ത് ചോദിക്കാൻ? കൈയും കാലും വെട്ടാൻ എന്തിനാണോ ചോദിക്കുന്നത്? കൊല്ലാനാണോ പറഞ്ഞത്? ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പായി അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടെ കൊണ്ടിടണം. നീ കണ്ടോടാ ദിലീപിനെ? നീ കണ്ടോ? എവിടാ ദിലീപ്? അയ്യോ, ഞാൻ കണ്ടില്ല സാറേ. അവനൊന്ന് ശരിക്ക് തപ്പിയെടുക്കണം. എവിടെയാ ദിലീപ്? സത്യം പറഞ്ഞു. ഓഹോ, വണ്ടി വരണോ? ചേച്ചി, ദിലീപിനെ അന്വേഷിച്ച് കുറെ റൗഡികളൊന്നും വേണുണ്ടാക്കുന്ന. എവിടെ നിന്റെ മറ്റവൻ? ഇവിടെ വന്നിട്ടില്ലല്ലോ. മര്യാദയ്ക്ക് അവനെ വെളിയിൽ ഇറക്കിയില്ലെങ്കിൽ ഈ വീട് ഞങ്ങൾ തല്ലി പൊളിക്കും. എവിടാ ദിലീപ്? ഞാൻ കണ്ടില്ല. ഒന്നുകളി കഴിവറ പോലെ മര്യാദയ്ക്ക് പറഞ്ഞു. എനിക്കറിയില്ല. അറിയില്ലേ? ഏത് പട്ടിക്കാടാ ദിലീപിനെ വേണ്ടത്? വെട്ടണം അവന്റെ കൈ. തന്റെ മുതലാളിയുടെ ചാരായക്കടയിലെ കുപ്പികളാണ് തല്ലിയുടച്ചത്. നാളെ നേരം വെളുത്താൽ ആ ചാരായക്കടയുടെ ചാരം പോലും കാണില്ല. പോയി പറഞ്ഞേക്ക്.
വെരി മച്ച് ബോയ്സ്.